ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അജീസ് ലിറ്റിൽ വേൾഡ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള പടവലങ്ങ പരിപ്പ് കറിയാണ് കേട്ടോ. പടവലങ്ങ ക്ലീൻ ചെയ്ത് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നാളികേരം അരച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം, കുറച്ചും കൂടെ കുക്കാവാനുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പരിപ്പ്, 100 ഗ്രാം പരിപ്പ് കുക്കറിലിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ കറിയുടെ ഒരു പ്രത്യേകത, ഇതിന് നല്ലൊരു കളർ കോമ്പിനേഷനും ടേസ്റ്റും കൂടിയാണ്. കാരണം നമ്മളിതിൽ മുളക് പൊടി ഇടുന്നില്ല, പച്ചമുളകാണ് ചേർക്കുന്നത്. വെജിറ്റബിളിൻ്റെ ഗ്രീൻ കളറും പച്ചമുളകും അതുപോലെ മഞ്ഞൾപ്പൊടിയുടെ കളറും കൂടിയൊക്കെ ഒരു പ്രത്യേക ഒരു കോമ്പിനേഷനാണ്. അരച്ചെടുത്തിട്ടുള്ള നാളികേരം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓയിൽ ചൂടായിട്ടുണ്ട്, കടുകിട്ട് കൊടുത്തു. കൂടെ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറി സെർവ് ചെയ്യാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇതൊന്നിട്ട് കൊടുക്കാം. ഇങ്ങനെ പച്ചമുളക് മാത്രം ചേർത്ത് ഉണ്ടാക്കുന്ന കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് വെജിറ്റബിൾസൊക്കെ കൂടുതൽ ഇഷ്ടമുള്ള അവർക്ക് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർക്കാത്തൊരു കറിയല്ലേ ഇത്. ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു കറിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റുമാണ്. എനിക്ക് ഇതുപോലെയുള്ള നാടൻ കറികളോട് ഏറെ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വെജിറ്റബിൾസ് തന്നെ ചൂസ് ചെയ്യുന്നത്. ഈ സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.